ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 25/8/2023 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മെയിൻ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പം മാത്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ ആയതുകൊണ്ടാണ്. അപ്പം വേണമെങ്കിൽ അത് മൊത്തം പഠിക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. എന്തായാലും ഇവിടെ പഠിച്ച് വെച്ചേരെ, ചിലപ്പം അതിനകത്ത് നിന്ന് വല്ല ക്വസ്റ്റ്യൻ ചോദിച്ചാലോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. 1685 കേരളത്തിലെ ജൂതന്മാരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്താൻ ആംസ്റ്റർഡാമിൽ നിന്നുള്ള ഒരു കൂട്ടം ജൂത പ്രതിനിധികൾ കേരളത്തിലെത്തി. അവർ അവരുടെ സർക്കാരിന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അത് കേരളത്തിലെ ജൂതന്മാരെക്കുറിച്ചുള്ള സാധുവായ ഉറവിടമായി കണക്കാക്കപ്പെടുന്നു. എത്തിയ സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, പെരേര ഡി പൈവ മോസസ്. 2. കുരുമുളക് ഒഴികെ മറ്റെല്ലാ വ്യാപാര പ്രവർത്തനങ്ങളും മലബാറിലെ ജോയിന്റ് കമ്മീഷണർമാർ സൗജന്യമായി പ്രഖ്യാപിച്ചു. ആരായിരുന്നു കമ്മീഷണർമാർ? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാ? ജോനാഥൻ, ഡങ്കൻ, ചാൾസ് ബോർഡൻ. 3. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നീതി നടപ്പാക്കുന്നതിനുള്ള ഇൻസുഫ് കച്ചേരികൾ സ്ഥാപിക്കപ്പെട്ടു. തിരുവിതാംകൂറിൻ്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവ വികാസത്തിന് ഉത്തരവാദി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഉമ്മിണിത്തമ്പി. 4. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ദീർഘചതുരാകൃതിയിലുള്ള ജലപാത്രം ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. 5. മിഷൻ ഇൻ്റഗ്രേറ്റഡ് ബയോ റിഫൈനറികളുടെ ഇന്നോവേഷൻ റോഡ് മാപ്പ് ആരംഭിച്ച രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. 6. മഹാശക്തികൾ തമ്മിലുള്ള പ്രതിരോധ ബന്ധം അർത്ഥമാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, 1 മാത്രമാണ് ശരി. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? ഒരു ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാനും യുദ്ധം ആരംഭിക്കാൻ ആർക്കും കഴിയാത്തത്ര നാശം വരുത്താനും ഇരുപക്ഷത്തിനും ശേഷിയുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 8ാമത്തെ നോക്കാം. കുറോഷിയോ സമുദ്രത്തിൻ്റെ പ്രവാഹ വ്യവസ്ഥയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? അവ ഊഷ്മള സമുദ്ര പ്രവാഹങ്ങൾ ഉൾക്കൊള്ളുന്നു. അവ ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന എന്നിവയുടെ തീരത്ത് ഒഴുകുന്നു. വ്യാപാര കാറ്റിൽ നിന്നാണ് അവ ഊർജം നേടുന്നത്. സുഷിമ കറണ്ട് ഫോംസ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. 9. 15 കിലോമീറ്ററിൽ കൂടുതൽ പ്രധാന അരുവിയുടെ നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? ആൻസർ ഓപ്ഷൻ ബി, 44. 10. കൊച്ചി വാട്ടർ മെട്രോ എത്ര ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി, 10. 11. 4310 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിമിലെ ഏത് പർവ്വത പാതയാണ് പുരാതന സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, നാഥുല. 12. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഈയിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് താഴെ പറയുന്ന ഏത് നദിയുടെ മുകളിലാണ്? ആൻസർ ഓപ്ഷൻ സി, ചെനാബ്. 13ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. 14. നാഷണൽ അക്കാഡമി ഓഫ് ഡയറക്റ്റ് ടാക്സ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, നാഗ്പൂർ. 15. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3, 5. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. 16. ഇന്ത്യയിലെ പ്രധാന ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡികളെ തിരിച്ചറിയുക? ആൻസർ ഓപ്ഷൻ സി, 1, 2, 4. ഏതൊക്കെയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBI,
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA. 17 1963 പഞ്ചസാരയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ജോലികൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൽ നിന്നും ഭക്ഷ്യവകുപ്പിലേക്ക് മാറ്റി. അവ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. അപ്പോൾ ഏതൊക്കെയാണ്? ഷുഗർ കെയിൻ ബ്രീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോയമ്പത്തൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് ലക്നൗ, ഇന്ത്യൻ സെൻട്രൽ ഷുഗർ കെയിൻ കമ്മിറ്റി ന്യൂഡൽഹി. 18 48ാമത് GST കൗൺസിൽ പ്രകാരം മോട്ടോർ കാറുകൾക്ക് SUV 1500 cc നീളം, 4 മീറ്ററും ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm തുല്യമോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെസ് നിരക്ക് ആൻസർ ഓപ്ഷൻ എ 22%. 19 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 പ്രകാരം സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3, 5. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ സർക്കാരും പാർലമെന്റും സംസ്ഥാന സർക്കാരും നിയമസഭയും, ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാദേശിക അധികാരികളും, പൊതു കോർപ്പറേഷനുകൾ ഉൾപ്പെടെ എല്ലാ പൊതു അധികാരികളും, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും ഉദ്യോഗസ്ഥരും. 20 2016 ഭരണഘടനയുടെ 101ാം ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ സി 1 മാത്രം. ഏതാണ്? ചരക്ക് സേവന നികുതി ബിൽ. 21 ഇന്ത്യയിലെ നിയുക്ത ശ്രേഷ്ഠ ഭാഷകളുടെ ശരിയായ ലിസ്റ്റ് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒറിയ. 22 മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. ഏതൊക്കെയാണ്? പാർലമെന്റിൽ സമർപ്പിക്കേണ്ട നയത്തിന്റെ അന്തിമ നിർണയം, പാർലമെന്റ് നിർദ്ദേശിച്ച നയത്തിന് അനുസൃതമായി ദേശീയ എക്സിക്യൂട്ടീവിന്റെ പരമോന്നത നിയന്ത്രണം, നിരവധി വകുപ്പുകളുടെ താൽപ്പര്യങ്ങളുടെ തുടർച്ചയായ ഏകോപനവും പരിമിതികളും. 23 താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ 2 മാത്രം. ഏതാണത്? ജനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേക പരാതികൾ അന്വേഷിക്കുക. 24 ഇന്ത്യയുടെ 74ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി. ആൻസർ ഓപ്ഷൻ ബി മിസ്റ്റർ അബ്ദുൾ ഫത്താഹ് LCC, ഈജിപ്തിലെ പ്രസിഡന്റ്. അപ്പോൾ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന പബ്രോവോ സുബിയാൻഡോ. ആരാണ്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പബ്രാവോ സുബിയാൻഡോ ആണ് 76ാമത് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. 25 താഴെ പറയുന്നവയിൽ ഒന്ന് ശരിയല്ല, ഇതിൽ ഏതാണ്? ഇതിനകത്ത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 26 അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിയമം 1985 പാസാക്കി. ട്രൈബ്യൂണലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനാണ് രജിസ്ട്രാർ. 27 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2022 ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആനി എർണാറ്റ്സ്. അപ്പോൾ ഇപ്പോഴത്തെ 2024 ലഭിച്ചത് ആർക്കാണ്? ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ദക്ഷിണ കൊറിയക്കാരിയാണ്. ഹാൻ കാങ് ദക്ഷിണ കൊറിയക്കാരിയാണ്. 28 താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ പ്രിവെൻഷൻ ഓഫ്
ക്രുവൽറ്റി ടു അനിമൽസ് PCA നിയമം 1961. അപ്പം ഈ നിയമം നിലവിൽ വന്നത് 1960 ആണ് ശരിയായിട്ടുള്ളത്. 1960 എന്നുള്ളതാണ് ശരി. 29. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. CAG, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. ഇത് മൂന്നുമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. 30. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. ഏതൊക്കെയാണ്? എൽഡർ ലൈൻ 1, 4, 5, 6, 7. ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1, 4, 5, 6, 7. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ, മന്ദഹാസം മുതിർന്ന പൗരന്മാർ. 31. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് സ്ത്രീകളിൽ എന്ത് ഹോർമോൺ മാറ്റങ്ങൾ സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി 1, 3, 4. അപ്പോൾ ഏതൊക്കെയാണ്? 1. ഈസ്ട്രജൻ്റെയും പ്രൊജസ്റ്ററോണിൻ്റെയും സന്തുലിതാവസ്ഥയിലെ മാറ്റമാണ് പ്രസവത്തിന് തൊട്ടു മുമ്പുള്ള പ്രധാന മാറ്റം. ഈസ്ട്രജൻ ഗർഭാശയ പേശികളുടെ സങ്കോചങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. പ്രൊജസ്റ്ററോൺ പേശികളുടെ സങ്കോചത്തെ തടയുന്നു. 3. പിൻഭാഗത്തെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും പുറത്തുവിടുന്ന ഓക്സിറ്റോക്സിൻ സെർവിക്സിലെ റിസപ്റ്ററുകൾ വഴി ഹൈപ്പോതലാമസിനെ ഉത്തേജിപ്പിക്കുന്നതിൻ്റെ ഫലമായി പുറത്തുവിടുന്ന വളരെ ശക്തമായ ഗർഭാശയ പേശി ഉത്തേജകമാണ്. 4. അണ്ഡാശയവും മറുപിള്ളയും സ്രവിക്കുന്ന റിലാക്സിൻ പെൽവിക്സിൻ്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം അയവ് വരുത്തുന്നു. അതുവഴി നവജാത ശിശുവിനെ എളുപ്പത്തിൽ പുറത്തു കടക്കുന്നതിന് ജനന കനാൽ വലുതാക്കുന്നു. 32. മനുഷ്യനാവശ്യമായ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റാമിനുകൾ താഴെ പറയുന്നവയാണ്. അത് കോളം 1 കൊടുത്തിരിക്കുന്നത്. വിറ്റാമിനുമായി അതിൻ്റെ കുറവുള്ള ലക്ഷണങ്ങൾ അത് കോളം 2 കൊടുത്തിരിക്കുന്നു. ഉറവിടങ്ങൾ അത് കോളം 3 കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ്? 1 വിറ്റാമിൻ എ റെറ്റിനോൾ അത് വരുന്നത്. 4. ചർമ്മം, ശ്വസന വ്യവസ്ഥ, യൂറോജെനിറ്റൽ ട്രാക്ട് എന്നിവയുടെ വരൾച്ച, പൊട്ടുന്ന എപ്പിത്തീലിയ, രാത്രി അന്ധതയും വികലമായ തണ്ടുകളും. ഇതാണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം വരുന്നത്. അപ്പം അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇലക്കറികളും പഴങ്ങളും പാലുൽപ്പന്നങ്ങൾ, മുട്ടയുടെ മഞ്ഞക്കരു, മത്സ്യ, കരൾ, എണ്ണ തുടങ്ങിയവ. അപ്പോൾ ഇതിലാണ് ഈ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത്. ഇനി വിറ്റാമിൻ ഡി കാൽസിഫെറോൾ അത് റിക്കറ്റുകൾ അല്ലെങ്കിൽ ഓസ്റ്റിയോമലാസിയ. രക്തത്തിലെ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവാണ്. മൃദുവായ അസ്ഥികൾ, വികലമായ അസ്ഥിക്കുടം, മോശം പേശി വികസനം. അതാണ് വിറ്റാമിൻ ഡിയുടെ കുറവ്. ഇനി അത് ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? മുട്ടയുടെ മഞ്ഞക്കരു, പാൽ, മത്സ്യ എണ്ണകൾ തുടങ്ങിയവയിലാണ് വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്നത്. ഇനി വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ അതിൻ്റെ കുറവെന്ന് പറയുന്നത് പുരുഷവന്ധ്യത, മസ്കുലാർ ഡിസ്ട്രോഫി, ശിശുക്കളിൽ അസാധാരണമായ ചുവന്ന രക്താണുക്കൾ. അതിൻ്റെ ഇത് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? സസ്യങ്ങളിലും മൃഗങ്ങളിലും ആഹാരം വ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്നു. ഉദാഹരണം മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, ഇലക്കറികൾ, വിത്ത്, എണ്ണകൾ. അപ്പോൾ ഇതിലാണ് ഈ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്നത്. ഇനി വരുന്നത് വിറ്റാമിൻ കെ ആണ്. വിറ്റാമിൻ കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് മന്ദഗതിയിലുള്ള രക്തം കട്ട പിടിക്കുന്നതും രക്തസ്രാവവും. അപ്പോൾ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഇലക്കറികളിലാണ് അടങ്ങിയിരിക്കുന്നത്. വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്നത് ഇലക്കറികളിലാണ്. 34. രോഗാരോഗ്യ സംഘടന 2022 ജൂലൈയിൽ ഏത് വൈറൽ രോഗമാണ് അന്താരാഷ്ട്ര ആശങ്കയുടെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി മങ്കി പോക്സ്. 35. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അളവ് അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ ഭാരം. 36.
തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷനുള്ള സ്റ്റാൻഡേർഡ് ഫിക്സഡ് പോയിന്റ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 273.16 K. 37. നേർത്ത ഓയിൽ ഫിലമിലെ നിറങ്ങൾക്ക് കാരണം? ആൻസർ ഓപ്ഷൻ ഡി ഇടപെടൽ. 38. എപ്പോഴാണ് ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ എ 2008. 39. അലൂമിനിയം ലോഹം നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അലുമിനിയം ഹൈഡ്രജനും. 40ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 41ാമത്തെ നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സാഹചര്യത്തിലാണ് വാതകങ്ങൾ ചാൾസിന്റെ നിയമം അനുസരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി താഴ്ന്ന മർദ്ദവും ഉയർന്ന താപനിലയും. 42. താഴെ പറയുന്ന സ്പീസീസിൽ ഏതാണ് ലൂയിസ് ആസിഡായി പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി AlCl3. 43. കേരള ഫോക്കുലാർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി കണ്ണൂർ. 44. മുച്ചിലോട്ട് ഭഗവതി ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ തെയ്യം. 45. GV രാജയുടെ മുഴുവൻ പേര്? ആൻസർ ഓപ്ഷൻ സി ഗോദവർമ്മ രാജ. 46ാമത്തെ ക്വസ്റ്റ്യൻസ് ക്യാൻസലാണ്. 47 നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 48. കിഫ്ബിയുടെ പൂർണ്ണ രൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. 49. എപ്പോഴാണ് ലതാ മങ്കേഷ്കർ മരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി 6, 2022. 50. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ ഏതാണ് ഇൻ്റലിജൻ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? അപ്പോൾ ഏതൊക്കെ ഉപകരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്? റിപ്പീറ്റർ, ഹബ്, സ്വിച്ച്, റൂട്ടർ. ഇതിനകത്ത് ഏതാണ് ഇൻ്റലിജൻ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 3, 4 സ്വിച്ചും റൂട്ടറുമാണ്. 51. താഴെ പറയുന്നവയിൽ ഏത് ഫയൽ സിസ്റ്റമാണ് കോപ്പി ഓൺ റൈറ്റ് ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി BTRFS. 52. പ്രസ്താവന 1 കാഷെ മെമ്മറി രജിസ്റ്ററുകളേക്കാൾ വേഗതയുള്ളതാണ്. പ്രസ്താവന 2 പ്രാഥമിക മെമ്മറി അസ്ഥിരമല്ലാത്ത മെമ്മറിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആൻസറായിട്ട് വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഈ 2 പറഞ്ഞിരിക്കുന്നതും തെറ്റായ പ്രസ്താവനകളാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. വെർച്വൽ പേഴ്സണൽ അസിസ്റ്റന്റ് കോർട്ടാന വികസിപ്പിച്ചെടുത്തത്? ആൻസർ ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ്. 55. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് ഡാഷ് എന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വിദ്യാഭ്യാസവും ദേശീയ വികസനവും. 56. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 ശുപാർശ ചെയ്ത സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സംഘടനാ പാറ്റേണിൽ ഡാഷ് ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സെക്കൻഡറി വിദ്യാഭ്യാസം 7 വർഷമായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം 11 മുതൽ 17 വർഷം വരെയുള്ള കുട്ടികൾക്കുള്ളതായിരിക്കണം. സെക്കൻഡറി വിദ്യാഭ്യാസം ഇൻ്റർമീഡിയറ്റ് കോളേജ് അവസാനിപ്പിച്ച 11ാം ക്ലാസ് സെക്കൻഡറി സ്കൂളുകളുമായും 12ാം ക്ലാസ് BAയുമായും ലയിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഡിഗ്രി കോഴ്സ് 3 വർഷം ആയിരിക്കണം. 57. താഴെ പറയുന്നവയിൽ ഏതനുസരിച്ചാണ് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ ഗണിതം നിർബന്ധമാക്കിയത്? ആൻസർ ഓപ്ഷൻ എ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964. 58. ദേശീയ വിജ്ഞാന കമ്മീഷൻ 2005 പ്രധാന ശുപാർശകളിൽ ഒന്ന് 1500 സർവകലാശാലകൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. ഇത് ഡാഷ് എന്നതിനുള്ളതായിരുന്നു. ആൻസർ ഓപ്ഷൻ ഡി ഉന്നത വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്നത് ഉറപ്പാക്കുക. 59. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി പോർട്ട്ഫോളിയോകളും റബ്രിക്സുകളും ഉൾപ്പെടെയുള്ള
വിവിധ രീതികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ സമഗ്രമായ വിലയിരുത്തൽ നിർദ്ദേശിക്കുന്നു. 60. ഏത് വിദ്യാഭ്യാസ കമ്മീഷനാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയത്? സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസത്തിന് പൊതുവായ അനേകം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം, എന്നാൽ പൊതുവായി ഇന്നത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ആയിരിക്കരുത്. ആൻസർ ഓപ്ഷൻ ബി, രാധാകൃഷ്ണൻ കമ്മീഷൻ. 61. 1952 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും കുറഞ്ഞ പ്രാധാന്യം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ, സ്ത്രീ വിദ്യാഭ്യാസം. 62. താഴെ പറയുന്നവയിൽ കോത്താരി കമ്മീഷന്റെ 1964-66 ശുപാർശ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പഠനത്തിന്റെ ഏറ്റവും കുറഞ്ഞ തലങ്ങൾ. 63. വിദ്യാഭ്യാസത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി സാമൂഹികവും ദേശീയവുമായ ഏകീകരണം ശക്തിപ്പെടുത്തുന്നത് ഏത് കമ്മീഷൻ അംഗീകരിച്ചു? ആൻസർ ഓപ്ഷൻ ബി, എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1964-66. 64. രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ സി, സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്. 65. 1944-45 സാർജന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന 3 സർവകലാശാലകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അലിഗഡ്, ബനാറസ് ഹിന്ദു, ഡൽഹി കേന്ദ്ര സർവകലാശാലകൾ. 66. സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ശുപാർശ ഡാഷ് ആണ് നൽകിയത്? ആൻസർ ഓപ്ഷൻ ഡി, യശ്പാൽ കമ്മിറ്റി. 67. താഴെ നൽകിയിരിക്കുന്നത് 2 പ്രസ്താവനകളാണ്. പ്രസ്താവന 1, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റിന്റെ നിയമപ്രകാരം UGC സ്ഥാപിച്ചു. പ്രസ്താവന 2, UGCയുടെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ ഏകോപനത്തിനും നിർണയത്തിനും നിലവാരം പുലർത്തുന്നതിനുമായി UGC സ്ഥാപിതമായത്. താഴെ പറയുന്നതിൽ നിന്നും ഏറ്റവും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവന 1ഉം പ്രസ്താവന 2ഉം ശരിയാണ്. 68. അധ്യാപകർക്ക് പൊതുവായ മാർഗനിർദ്ദേശക തത്വങ്ങൾ വികസിപ്പിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം 2020 നിർദ്ദേശിച്ച പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് NBST. 69. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ, പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും, 5+3+3+4 തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം സാമൂഹികവും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. 70. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ദേശീയ വിജ്ഞാന കമ്മീഷൻ താഴെ പറയുന്ന 3 വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആൻസർ ഓപ്ഷൻ ബി, വിപുലീകരണം, മികവ്, ഉൾപ്പെടുത്തൽ. 71. ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെ 7 മടങ്ങ് അതിന്റെ 11ാം പദത്തിന്റെ 11 മടങ്ങിന് തുല്യമാണെങ്കിൽ അതിന്റെ 18ാം പദം ഡാഷ് ആയിരിക്കും. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? സമാന്തര ശ്രേണിയുടെ 7ാം പദം. ഇപ്പം T7 എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം? A+6D എന്ന് എഴുതാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തായിരുന്നു. T7 എന്ന് പറയുന്നത് A+6D എന്ന് എഴുതാം. പിന്നീട് എന്താ പറയുന്നത്? 7ാം പദത്തിൻ്റെ 7 മടങ്ങ് അതിൻ്റെ 11ാം പദത്തിൻ്റെ 11 മടങ്ങ് മടങ്ങിന് തുല്യമാണെങ്കിൽ അപ്പോൾ 11ാം പദം T11 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? A+10D എന്ന് എഴുതാം. T7നെ A+6D എന്ന് എഴുതി, T11നെ A+10D എന്ന് എഴുതി. ഇനി എന്താ പറയുന്നത്? ഇതിൻ്റെ 7 മടങ്ങ്, അതായത് 7ാം പദത്തിൻ്റെ 7 മടങ്ങ് എന്ന് പറയുന്നത്, ഇപ്പോൾ 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണം 7 അല്ലേ? അപ്പോൾ 7 ഗുണം A+6D എന്ന് പറയുന്നത്
ഈ 11ാം പദത്തിൻ്റെ 11 മടങ്ങ് തുല്യമാണ്. അപ്പോൾ ഇതിൻ്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 7ാം പദത്തിൻ്റെ 7 മടങ്ങ് എന്ന് പറയുന്നത് 11ാം പദത്തിൻ്റെ 11 മടങ്ങിന് തുല്യമാണ്. അപ്പോൾ 11 ഇൻറ്റു a പ്ലസ് 10d. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഇതിനെ 7 കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കുക. 7 ഗുണം a 7a അധികം 7 ഗുണം 6d 42d സമം ഈ 11 കൊണ്ട് അകത്തോട്ട് ഗുണിക്കുകയല്ല രണ്ടിനെയും. 11 ഗുണം a 11a അധികം 11 ഗുണം 10 110d. എങ്ങനെ കിട്ടി? നമുക്ക് അപ്പുറത്തോട്ട് എഴുതാം. 7a അധികം 42d സമം 11a അധികം 110d. ഇനി എന്ത് ചെയ്യും? ഒരേ ആൽഫബറ്റ് ഉള്ളത് ഒരു സൈഡിലോട്ട് എല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ ഇത് വലിയ സംഖ്യ ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ ഈ കിടക്കുന്ന ഈ രണ്ടിനും കൂടെ ഇപ്പുറത്തോട്ട് അങ്ങ് മാറ്റാം. അപ്പോൾ 11a മൈനസ് 7a 11a മൈനസ് 7a എന്ന് പറയുന്നത് എത്ര കിട്ടും? 4a കിട്ടും. 42 അങ്ങ് ഇപ്പുറത്ത് പോകുമ്പോൾ 110 മൈനസ് 42 62d എന്ന് കിട്ടി. സിക്കൽ ടു 0 അല്ലേ? ഇവിടെ 0 ആയല്ലോ. ഇവിടെ 0 ആയില്ല. ഇതെല്ലാം അപ്പുറത്ത് പോയപ്പോൾ ഇവിടെ 0 ആയി. 4a പ്ലസ് 62d എന്ന് പറയുന്നത് 0 ആയി. 42d അപ്പുറത്ത് പോയപ്പോൾ മൈനസ് 42 ആയി. അപ്പോൾ 110 മൈനസ് 42d 110d മൈനസ് 42d. 7a പ്ലസിൻ്റെ ഇപ്പുറത്ത് ഇസിക്കൽ ടുവിൻ്റെ അപ്പുറത്ത് പോയപ്പോഴത്തേക്ക് എന്തായി? മൈനസ് 7a ആയി. 11 മൈനസ് 7a എന്ന് പറയുന്നത് 4a. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ 4a അധികം 62d എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാം. ഇതിനെ നമുക്കിനി ചെറുതാക്കാം. ഇപ്പുറത്ത് എന്തോ കൊണ്ട് ഭാഗിക്കുന്നു അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെ ഏത് സംഖ്യ കൊണ്ട് ഭാഗിച്ചാലും അതേ സംഖ്യ കൊണ്ട് തന്നെ ഇതിനെയും ഭാഗിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 4 കൊണ്ട് അങ്ങ് ഭാഗിക്കാം. ഇതങ്ങ് പോകാനായിട്ട് 4 കൊണ്ട് ഭാഗിക്കാം. അപ്പം 4a ഡിവൈഡ് ബൈ 4. അപ്പം ഇത് 4 കൊണ്ട് ഭാഗിച്ചാൽ 62നെയും ഏതുകൊണ്ട് തന്നെ ഭാഗിക്കണം? 4 കൊണ്ട് തന്നെ ഭാഗിക്കണം. 62 ഡിവൈഡ് ബൈ 4 62d ഡിവൈഡ് ബൈ 4 സിക്കൽ ടു 0 ഡിവൈഡ് ബൈ 4. അപ്പം 4 ഇത് രണ്ടും കൂടെ വെട്ടിപ്പോവും. അപ്പോൾ a കിട്ടി 4 62 രണ്ടും കൂടെ വെട്ടുമ്പം 17 കിട്ടി. അപ്പോൾ a അധികം 17d എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? ഇത് ഭാഗിക്കുമ്പോൾ 0 കിട്ടും. a അധികം 17d എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. a അധികം 17d സിക്കൽ ടു 0. അപ്പോൾ a അധികം 17d എന്ന് പറഞ്ഞാൽ എന്താണ്? t 18 അല്ലേ? 18ാം പദമാണ്. t 18 എന്ന് പറയുന്നത് അല്ലേ? a പ്ലസ് 17d എന്ന് പറയുന്നത് അതെന്തുവാണ്? 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 0. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 0. ഇനി അടുത്ത കണക്ക്. നമ്മൾ 4 സംഖ്യകൾ തിരഞ്ഞെടുത്താൽ ആദ്യത്തെ 3ൻ്റെ ശരാശരി 16ഉം അവസാനത്തെ 3ൻ്റെ ശരാശരി 15ഉമായിരിക്കും. അവസാന സംഖ്യ 18 ആണെങ്കിൽ ആദ്യ സംഖ്യ ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 4 സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സംഖ്യകൾ നമുക്ക് a b c d എന്നെടുക്കാം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ആദ്യത്തെ 3ൻ്റെ ശരാശരി 16. അപ്പോൾ ഫസ്റ്റ് 3 ആദ്യത്തെ 3ൻ്റെ ശരാശരി എത്രയായിരിക്കും? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇത് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി കിട്ടും. അപ്പോൾ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ a പ്ലസ് b പ്ലസ്
സി. ആദ്യത്തെ 3 സംഖ്യകൾ എ പ്ലസ് ബി പ്ലസ് സി. അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എണ്ണമല്ലേ എ പ്ലസ് ബി പ്ലസ് സി. ഡിവൈഡ് ചെയ്താൽ ശരാശരി കിട്ടി. എത്രയാണ്? 16 അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തുക എത്രയായിരിക്കും? തുക എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ശരാശരിയെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ തുക കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് അപ്പം 3 ഗുണം 16 48. 3 ഗുണം 16 48 എന്ന് കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് അവസാനത്തെ 3ൻ്റെ ശരാശരി 15 എന്നാണ്. അപ്പോൾ ലാസ്റ്റ് 3 അതിൻ്റെ ശരാശരി, അതായത് ബി പ്ലസ് സി പ്ലസ് ഡി, ബി പ്ലസ് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 15. അപ്പോൾ അതിൻ്റെ തുക എത്രയായിരിക്കും? അപ്പം ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തുമായിരിക്കും? 15 ഗുണം 3 45. 15 ഗുണം 3 45. അപ്പം ഇങ്ങോട്ട് എഴുതാം. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 48 എന്ന് കണ്ടുപിടിച്ചു. പിന്നീട് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറയുന്നത് 45 എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞിരുന്നത്? അവസാനത്തെ സംഖ്യ എന്ന് പറയുന്നത്, അവസാനത്തെ സംഖ്യ എ പ്ലസ് എ ബി സി ഡി ആണ് നമ്മൾ 4 സംഖ്യയിലെടുത്തത്. അപ്പോൾ അവസാനത്തെ സംഖ്യ ഡി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 18 ആണെന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതിലിട്ട് കൊടുക്കാം. അല്ല, ഡി ഇതിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വില ഇട്ട് കൊടുക്കാം. ബി പ്ലസ് സി പ്ലസ് ഡിക്ക് പകരം 18 ഇട്ട് കൊടുക്കാം. ഈക്വൽ ടു 45. ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ഈ 18 അങ്ങ് ഇപ്പുറത്തോട്ട് പോകുന്നു. 45 മൈനസ് 18 ആവുന്നു. 45 മൈനസ് 18 സമം എത്ര കിട്ടും? 27 എന്ന് കിട്ടി. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് 27 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. എ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി പ്ലസ് സി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. 27 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വില ഇട്ട് കൊടുത്താൽ മതിയല്ലോ. എ അധികം ബി പ്ലസ് സി ഇവിടെ കണ്ടുപിടിച്ചു. ബി പ്ലസ് സി എത്രയാണ്? ബി പ്ലസ് സി 27 നമ്മൾ കണ്ടുപിടിച്ചു. സമം 48. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും? 27 അങ്ങ് അപ്പുറത്ത് പോയാൽ പോരെ. ഈക്വൽ ടു 48 മൈനസ് 27 സമം എത്ര കിട്ടും? 21 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ 21. അപ്പോൾ ആൻസർ നമുക്ക് ഏതാണെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി 21. ഇനി 73. പ്രതിവർഷം 10% എന്ന നിരക്കിൽ 2 വർഷത്തേക്ക് 12,600 രൂപയുടെ സംയുക്ത പലിശ കണ്ടെത്തുക. അപ്പോൾ സംയുക്ത പലിശ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന എളുപ്പ വഴിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇക്വേഷൻ ഇട്ട് ചെയ്യുന്നതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാം. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സി ഐ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 റേസ് ടു എൻ. പി എന്താ? 12,600 ഗുണം 1 പ്ലസ് ആർ എത്രയാണ്? 10 അല്ലേ? 10 ഡിവൈഡ് ബൈ 100 റേസ് ടു എൻ 2 ആണ്. അപ്പോൾ ഇവിടെ ചെയ്യാം. 12,600 ഗുണം 1 അധികം 10 ബൈ 100 എന്ന് പറയുന്നത് 110 ബൈ 100 ഇൻറ്റു 110 ബൈ 100 സ്ക്വയറിൽ 2 പ്രാവശ്യം വേണം. 110 ബൈ 100. അപ്പോൾ 0 എല്ലാം വെട്ടിക്കളയാം. 0 എല്ലാം വെട്ടിക്കളയുമ്പോൾ 11 ഗുണം 11 121. അപ്പോൾ 126 ഗുണം 121 എന്ന് കിട്ടും. എത്ര കിട്ടും ആൻസർ? 25,246 പലിശയടക്കം മുതൽ കിട്ടുന്നത്. പലിശയടക്കം മുതൽ. അപ്പോൾ ഇതിൽ നിന്ന് 12,600 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? പലിശ കിട്ടും. 25,246 മൈനസ്
12600. 6 4 6 2 2646 കിട്ടുന്നത്. 2646 പലിശ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എളുപ്പ വഴിയിൽ നോക്കാം. എങ്ങനെയായിരുന്നു? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 2 വർഷത്തെ ഏതാണ്? 2:1 അല്ലേ? ഇപ്പുറത്തോട്ട് ചെയ്യാം. 2:1 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ 2 വർഷത്തേക്കുള്ള കണ്ടുപിടിക്കുന്നതിൻ്റെ കോഡ്. 3 വർഷത്തേക്കാണെങ്കിലോ 3:3:1. 4 വർഷമാണെങ്കിലോ 4:6:4:1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തായിരുന്നു അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. ഡിഫറൻസ് ആണെങ്കിൽ ഈ ഭാഗം അങ്ങ് മാറ്റിയേക്കുക, ബാക്കി ഇങ്ങോട്ടുള്ളത് ചെയ്യുക. ഇതാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം എഴുതാം 2:1 ഇട്ട് ചെയ്യാം. അപ്പം 12600ൻ്റെ 10% കണ്ടുപിടിക്കാം. 0 വെട്ടിക്കളയും. എത്ര കിട്ടും? 1260 എന്ന് കിട്ടും. 1260. ഇനി 1260ൻ്റെ 10%. 0 വെട്ടിപ്പോകുമ്പോൾ 126 എന്ന് കിട്ടും. 126. 2 ഗുണം 1260 എത്ര കിട്ടും? 2 ഗുണം 1260 എത്ര കിട്ടും? 2520 എന്ന് കിട്ടും. അധികം 126. 1 ഗുണം 126 126 126. 6 2 2 4 5 6 2 2646. അപ്പം ഇങ്ങനെ ചെയ്താലും ആൻസർ പെട്ടെന്ന് കിട്ടും. 2646. അപ്പം വലിയ ഗുണിക്കുകയൊന്നും വേണ്ട, ഒരുപാട് ഗുണിക്കേണ്ട, കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ കിട്ടും. 2646 ഇവിടെയും കിട്ടി. 2646. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി 2646. ഇനി 74. 90 സെൻറ്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും അനുപാതം കണ്ടെത്തുക അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം പറഞ്ഞേക്കുന്നത് 90 സെൻറ്റിമീറ്റർ മുതൽ 1.5 മീറ്റർ അല്ലേ? നമുക്കിതിനെ രണ്ടിനെ അങ്ങ് 90 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇതിനെ മീറ്ററിനെ അങ്ങ് സെൻറ്റിമീറ്റർ ആക്കാം. അപ്പോൾ 90 സെൻറ്റിമീറ്റർ 1.5 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 150 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എത്ര കിട്ടും? ഇത് രണ്ടും വെട്ടിക്കളയാം. 9:15 എന്ന് കിട്ടി. ഇതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ 3 കൊണ്ട് 3 5 3:5 എന്ന് കിട്ടി. ആൻസർ 3:5. ആൻസർ ഓപ്ഷൻ ബി 3:5. 75. സീത 60 km/h വേഗതയിൽ 1.5 മണിക്കൂർ കാർ ഓടിക്കുന്നു. അവൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം = വേഗത ഗുണം സമയം. വേഗത ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 60 km/h ആണ് തന്നിരിക്കുന്നത്. സമയം 1.5 മണിക്കൂർ. 1.5 അതും മണിക്കൂറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് 1.5 മണിക്കൂർ. അപ്പോൾ 60 ഗുണം 1.5. അപ്പോൾ എത്ര കിട്ടും? 60 ഗുണം 1.5 90 കിലോമീറ്റർ. 90 കിലോമീറ്ററാണ് 1.5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത്. ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്ന ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആൻസർ 90 കിലോമീറ്റർ. ഓപ്ഷൻ എ 90 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 76. സംഖ്യാശ്രേണിയിലെ ചോദ്യചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 17 16 14 12 11 8 8. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതിനകത്ത് 8 അടുത്തടുത്ത് 2 ഒരേ സംഖ്യകൾ വരുവാണെങ്കിൽ
എന്തായിരിക്കും ഇത്? 2 സെറ്റായിട്ടായിരിക്കും സംഖ്യകൾ കൂടി പോവുക അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്? 17, 16, 14, 12, 11, 8, 8. ഇനി അടുത്ത എന്താണെന്ന് ക്വസ്റ്റ്യൻ. ഇവിടെ അടുത്തടുത്ത് 2 സംഖ്യകൾ ഇങ്ങനെ ഒരേ സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ 2 സെറ്റായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും, കൂടി കൂടി അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഏതായിരിക്കും നോക്കാം നമുക്ക്. ഇതിങ്ങനെ ആയിരിക്കും വരുന്നത് അല്ലേ? അപ്പോൾ ഇത് രണ്ടാമത്തെ സെറ്റ്, ഒരു സെറ്റ് ഇങ്ങനെ പോവും. 8, 3 വീതം കൂടിയാണ് പോകുന്നത്. അതായത് 3 വീതം കുറഞ്ഞാണ് പോകുന്നത്. നമ്മളിപ്പോൾ ബാക്കിലോട്ട് എടുക്കുന്നത് കൊണ്ട് കൂടി അങ്ങനെ നോക്കുന്നത്. 3 കുറഞ്ഞു പോകുന്ന സംഖ്യയാണ് ഒരു സെറ്റ്. ഇനി അടുത്തത് എന്താണ്? ഈ 8 അല്ലേ? ഈ 8 ഇത്. അപ്പം 4 വീതമാണ് ഇവിടെ കുറഞ്ഞു പോകുന്നത്. 4 വീതമാണ് ഇവിടെ കുറഞ്ഞു വന്നിരിക്കുന്നത് ഈ രണ്ടാമത്തെ സെറ്റിൽ. അപ്പോൾ ഇതല്ലേ, ഈ രണ്ടാമത്തെ സെറ്റാണല്ലോ ഇപ്പുറത്ത് വരേണ്ടത്. അന്നേരം ഇവിടെ 4 കുറഞ്ഞാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്തുമായിരിക്കും? 8ൽ നിന്ന് 4 കുറച്ചാൽ 4. ഇവിടെ ആൻസർ 4. നോക്കാം ആൻസർ ഓപ്ഷൻ സി 4. 77. ഒറ്റയാനെ തിരഞ്ഞെടുക്കുക. പൂച്ച, നായ, കുറുക്കൻ, മുയൽ. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ മുയലിനെയും എടുക്കാം, കുറുക്കനെയും എടുക്കാം. മുയലെന്ന് പറയുന്നത് ബാക്കിയെല്ലാം മാംസഭുക്കുകളാണ്, മുയൽ സസ്യഭുക്കാണ്, അങ്ങനെ എടുക്കാം. പൂച്ചയും നായയും മുയലും ഡൊമസ്റ്റിക് അനിമൽസാണ്. കുറുക്കൻ വൈൽഡ് അനിമലാണ്. അപ്പം അങ്ങനെയും ആൻസർ വരും. 78. 2005 ഫെബ്രുവരി 8 ചൊവ്വാഴ്ചയായിരുന്നു. 2004 ഫെബ്രുവരി 8 ആഴ്ചയിലെ ദിവസം ഏതാണ്? അപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? നമ്മൾ ഇതുപോലുള്ള ഒരുപാട് കണക്കുകൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നത്? 2005 ഫെബ്രുവരി 8 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് 2004 ഫെബ്രുവരി 8 ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ നമ്മൾ അങ്ങോട്ട് 2005 6, 7 അങ്ങോട്ടായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ തിരിച്ചപ്പോൾ അന്നത് വേണം, കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇത് അതിവർഷം ആയതുകൊണ്ട് 2 കുറയ്ക്കണം. ചൊവ്വ, തിങ്കൾ, ഞായർ അല്ലേ? 2 കുറയ്ക്കണം. ചൊവ്വ കഴിഞ്ഞിട്ട് 2 കുറയ്ക്കണം. അതിവർഷം അല്ലായിരുന്നെങ്കിൽ 1 കുറച്ചാൽ മതിയായിരുന്നു. 2004 ഒരു അതിവർഷമായതുകൊണ്ട് 2 കുറയ്ക്കണം. അപ്പം ഞായർ കിട്ടും. ആൻസർ ഞായർ. ആൻസർ ഓപ്ഷൻ ഡി ഞായർ. 79. തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. പടിഞ്ഞാറ് എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ദിക്കുകൾ അടയാളപ്പെടുത്താം. ദിക്കടയാളപ്പെടുത്താം. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്. അപ്പോൾ ദിക്കുകളെല്ലാം അടയാളപ്പെടുത്തി. ഇനി അവർ പറയുന്നത് എന്താ? തെക്ക് കിഴക്ക് വടക്കായി മാറുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഇതല്ലേ? തെക്ക് കിഴക്കുള്ള ദിക്ക് വടക്കായിട്ട് മാറുന്നു. തെക്ക് കിഴക്കുന്ന ദിക്ക് വടക്കായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വടക്കിൻ്റെ ഓപ്പോസിറ്റ് തെക്കാണ്. പിന്നെ പറയുന്നത് വടക്ക് കിഴക്ക് പടിഞ്ഞാറായി മാറുന്നു. വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. അപ്പോൾ പടിഞ്ഞാറിൻ്റെ ഓപ്പോസിറ്റ് കിഴക്ക്. വടക്ക് കിഴക്ക് പടിഞ്ഞാറായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പടിഞ്ഞാറ് ഏതല്ലേ? അപ്പോൾ ഇത് ഇവിടെ എന്തായിട്ടാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പടിഞ്ഞാറ് ഇവിടെ വരുമ്പോൾ, ഈ പിക്ചറിൽ വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? അപ്പോൾ ഇവിടെ നോക്ക്, കിഴക്കിൻ്റെയും തെക്കിൻ്റെയും ഇടയ്ക്കാണ് ഇവിടെ പടിഞ്ഞാറ് വരുന്നത്. അപ്പോൾ എന്തായിട്ട് മാറുന്നു? ഇവിടെ തെക്ക് കിഴക്കായിട്ട് മാറുന്നു. തെക്ക് കിഴക്കായിട്ട് മാറുന്നു. അപ്പോൾ ആൻസർ തെക്ക് കിഴക്ക്. തെക്ക് കിഴക്ക്.
ആൻസർ ഓപ്ഷൻ സി. ഇനി 80. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡെസ്റ്റിനി എന്ന് എഴുതിയിരിക്കുന്നത് WVHGRMB എന്നാണ്. എങ്ങനെയാണ് ആ കോഡിൽ മാക് എന്ന് എഴുതുന്നത്? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഡെസ്റ്റിനിയുടെ കോഡെന്ന് പറയുന്നത് WVHGRMB. അപ്പോൾ ഇത് നമ്മൾ ഒരു ആൽഫബറ്റ് ഇവിടെ എഴുതിയിട്ട് നോക്കിയാൽ ഒരുപാട് സംഖ്യകൾ കൂട്ടി പോയെങ്കിലേ പറ്റത്തുള്ളൂ W എത്താനായിട്ട്. അപ്പോൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് മെത്തേഡിലാണ് ഇത് ചെയ്തേക്കുന്നത്? എക്ക് പകരം ഇസഡ്, ബിക്ക് പകരം വൈ, സിക്ക് എക്സ്, ഡിക്ക് പകരം W. ഈ രീതിയിലാണ് ഇതിൻ്റെ കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എടുക്കുക. 26 ആൽഫബറ്റിൻ്റെ പകുതി 13 എടുക്കുക, M വരെ. എന്നിട്ട് അതിനെ തിരിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. TSRQPON ഇങ്ങനെ എഴുതുക. അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡിയുടെ പകരമായിട്ട് വരുന്നത് W ആണ് അല്ലേ? ഇക്ക് പകരമായിട്ട് വരുന്നത് U ആണ്. എസിന് പകരമായിട്ട് വരുന്നത് H ആണ്. ടിക്ക് പകരമായിട്ട് വരുന്നത് G ആണ്. അങ്ങനെ പോകും. ഇതിൻ്റെ ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ശരിയിട്ട് അത് നോക്കി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കുക. ഇനി എന്തോ മാത്താണ് ചോദിച്ചേക്കുന്നത്. എമ്മിൻ്റെ എന്താണ്? N, എയുടേത് Z, ടിയുടെ G, എച്ചിൻ്റെ S. NZGS എന്നാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, അതായത് ഒരുപാട് സംഖ്യകൾ അകലത്തിൽ വരുന്നു, അതിനകത്ത് കറക്റ്റായിട്ട് പ്രോപ്പർ എണ്ണമായിട്ട് വരുന്നില്ല, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് തിരിച്ച് എഴുതി വെക്കുക. അതിൻ്റെ അടിയിലായിട്ട് എഴുതി വെക്കുക. ABCD M വരെ എഴുതുക. പിന്നീട് Z തൊട്ട് അങ്ങോട്ട് എയുടെ താഴെ Z വരുത്തക്ക രീതിയിൽ അങ്ങനെ എഴുതി നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ A, Z, B, Y അങ്ങനെ ടിക്കിട്ട് പോവുക. ഈ രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്ത് നോക്കാം. ആൻസർ ഓപ്ഷൻ A, NZGS. 81. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ടെൻസ്. ദ മേയർ ഡാഷ് ദ പ്ലേസ് ലാസ്റ്റ് സൺഡേ. ആൻസർ ഓപ്ഷൻ C, വിസിറ്റഡ്. 82. The idiom around the corner means. Answer option B, very near. 83. Find out the word with the correct spelling. Answer option D. അപ്പോൾ ഈ ഡയറിയാണ് ശരിയായിട്ടുള്ളത് സ്പെല്ലിങ്. 84. Fill in the blanks with appropriate articles. Ram went to dash park one day and dash park had a pond with dash flowers. Answer option C ആണ്. A, the, no article. 85. Add the question tag. It was raining heavily. Dash. Answer option A, wasn't it. 86. A cruciverbalist is a person who designs. Answer option B, crossword puzzle. 87. The teacher along with her students dash gone to the museum. Answer option C, has. 88. She dances gracefully. The word gracefully denotes. Answer option A, adverb. 89. Which type of sentence is given below? What a beautiful day. Answer option D, exclamatory. 90. Antonym of the word vivid is. Answer option B, vague.
91 അയാൾ പിരിച്ചെഴുതുക. ആൻസർ ഓപ്ഷൻ എ ആ പ്ലസ് ആൾ. 92 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. 93 ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 94 താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത്? ആൻസർ ഓപ്ഷൻ എ പെണ്ണുങ്ങൾ. 95 പുറം അധികം അടി ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ബി പുറമടി. 96 സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി സൂപവർണി. 97 അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ആൻസർ ഓപ്ഷൻ സി അതുല്യം. തുല്യതയുടെ വിപരീതമാണ് അതുല്യം. 98 താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ അസ്തിത്വം. അപ്പോൾ ഈ അസ്തിത്വമാണ് ശരിയായിട്ടുള്ളത്. 99 അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. വ്യാകരണം അറിയാവുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. വ്യാകരണം അറിയാവുന്നവർ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് വൈയാകരണൻ. 100 അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്തെഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും 5-ാം പത്തിക്കാരെ ഒഴിവാക്കുക തന്നെ വേണം. 5-ാം പത്തി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഒറ്റം കൊടുക്കുന്നവരെ. 5-ാം പത്തിക്കാർ എന്ന് പറഞ്ഞാൽ ഒറ്റം കൊടുക്കുന്നവർ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ക്വസ്റ്റ്യൻസൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക.